നമസ്കാരം. കഴിഞ്ഞ 15 ദിവസമായി വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ജനകീയ മുഖ്യമന്ത്രി ഉറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കം വരാത്തത്? മുഖ്യമന്ത്രിയായ ശേഷം നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഒരു ജനകീയ മുഖ്യമന്ത്രി ആര്, എങ്ങനെ, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നമ്മയെല്ലാം പഠിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഭരിച്ചിരുന്ന ഭീകരൻ എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, എങ്ങനെയാണ് ജനങ്ങളെ കണ്ടിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള അവസരമാണ് അദ്ദേഹം തന്നത്. ഭീകരനായ ഏകാധിപതിയായ നമ്മുടെ ആ മുഖ്യമന്ത്രി കേരളത്തെ ഏതൊക്കെ വിധത്തിൽ നശിപ്പിച്ചു, ഏതൊക്കെ വിധത്തിലാണ് ജനങ്ങളിൽ നിന്ന് അകന്ന് പ്രവർത്തിച്ചത്. 41 വണ്ടി പോലീസ് മാത്രമല്ല, ഫയർ എഞ്ചിൻ, പിന്നെ ആംബുലൻസ്, ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം യാത്ര ചെയ്യൂ. ആ പോകുന്ന സ്ഥലങ്ങളെല്ലാം ബന്ദികളാക്കിയിട്ടാണ് പോവാറ്. അങ്ങനെയുള്ള പിണറായി വിജയൻ കഴിഞ്ഞ കാലം മുഴുവൻ ഭരിച്ച് 5,07 കോടി രൂപ കേരളത്തിന് കടമുണ്ടാക്കി എന്നുള്ള സത്യമാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 1,60,000 കോടി രൂപയായിരുന്നു കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കടം. 1957 EMS മുഖ്യമന്ത്രിയായ ശേഷം മുതൽ 60 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഉണ്ടാക്കിയ കടമായിരുന്നു 1,60,000 കോടി രൂപ. ബാക്കി 3,47,000 കോടി രൂപ 10 വർഷം കൊണ്ടാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത്. അതായത് വാരിക്കോരി കടമെടുക്കുക, ദൂർത്തടിക്കുക, അഴിമതി നടത്തുക, കിട്ടുന്നതിൽ കമ്മീഷൻ അടിച്ചു മാറ്റുക, കിട്ടുന്ന പണം മുഴുവൻ വിദേശത്ത് എത്തിക്കുക, അത് മകനും മകൾക്കും സുരക്ഷിതമാക്കുക. ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. സാധാരണ പാവപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഒരു ധനസഹായം, ഒരു സഹായവും ഈ 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇലക്ഷന് വരുമ്പോൾ കിറ്റും പെൻഷനും കൊടുക്കും, അങ്ങനെ വോട്ട് തട്ടി അങ്ങനെ ജയിക്കാമെന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് പിണറായി. പക്ഷേ ഇത്തവണ ആ കളിയൊന്നും നടന്നില്ല. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF ശക്തമായ രൂപത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പുതിയ വിഷയനെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു. ആ നേതാവിനെ ജനങ്ങൾ അംഗീകരിച്ചു. ഇപ്പോഴിതാ ആ നേതാവ് കഴിഞ്ഞ 15 ദിവസം ഉറങ്ങാത്തതിൻ്റെ കാരണം പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം 15 ദിവസമായി ഈ ബഡ്ജറ്റ്, കേരളത്തിൻ്റെ നാളേക്കുള്ള മുന്നോട്ട് പോകുന്നതിനുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബഡ്ജറ്റ് ഇന്ന് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ നാന്ദിയാണ് എന്ന് പറഞ്ഞാൽ അത് 100% സത്യമാണ്. പിണറായി വിജയന് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര വികസനം, എല്ലാ മേഖലയിലുള്ള വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എല്ലാം തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കിയ ബഡ്ജറ്റും അതേപോലെ തട്ടിപ്പ് നടത്താനുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റാണ്. നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞ വിഭവ സമുദ്രം എന്നാണ് മനോരമ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് വിഭവ സമുദ്രം? സമുദ്രം എന്നുള്ള വേർഡ് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് അന്താരാഷ്ട്ര ലെവലിൽ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക. മൊത്തത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയ മൊത്തത്തിൽ 14 ജില്ലകളിൽ ഏകദേശം 9 ജില്ലകളോളമെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമുദ്രവുമായി ബന്ധപ്പെട്ട അറബിക്കടലുമായി നിൽക്കുന്നത്. ഈ അറബിക്കടലിൻ്റെ തീരം മുഴുവൻ ധാതുമണലാണ്. ഈ ധാതുമണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം കോടാനുകോടി രൂപ കിട്ടുന്ന മുതലാണ്. ഇവിടുത്തെ യുറേനിയം അടക്കം, തോറിയം അടക്കം, പ്ലാറ്റിനം അടക്കം, അങ്ങനെ എല്ലാതരം മൂലകങ്ങളും ഇവിടെ കിട്ടുന്നു എന്നുള്ള അതീവ സന്തോഷമായ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പഠന റിപ്പോർട്ട് പ്രകാരം ഇത് മാത്രം മതി കേരളത്തിൻ്റെ മൊത്തം വികസനത്തിനും കടം തീർക്കാനും. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമുദ്രതീരത്തുള്ള ഖനനവും, സമുദ്രതീരത്ത് ജീവിക്കുന്നവർക്കുള്ള സുരക്ഷിതത്വവും, ഒരു തുറമുഖ ടൗണായി കൊണ്ടുവന്ന് മത്സ്യസമ്പത്തടക്കം അല്ലാത്ത സമ്പത്തടക്കം കണ്ടെത്തി വിദേശികളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക. ഹോങ്കോങ് മാതിരിയുള്ള അന്താരാഷ്ട്രമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുക. അങ്ങനെ കോടാനുകോടി രൂപ ഇങ്ങോട്ട് വരുത്തുക. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വിഭാവനം ചെയ്ത് 400 കോടി രൂപയാണ് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. 400 കോടി രൂപ അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നു. കൂടാതെ നമുക്ക് അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ ഓരോന്ന് വായിക്കാം.
തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 2ാം മെഡിക്കൽ കോളേജ്. അതായത് ഇപ്പോൾ ഏറ്റവും അധികം മെഡിക്കൽ കോളേജ് ആവശ്യമായി വന്നിരിക്കുന്നത് ഈ മേഖലകൾ. അത് എവിടെയാണ്? നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അതിന്റെ ഗുണം കിട്ടിയിരിക്കുന്നു. ഹരിപ്പാട്, ആലപ്പുഴ, വണ്ടാനത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല സ്വന്തം മണ്ഡലത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് നാട്ടിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് പത്രങ്ങളിലും ചാനലുകളും നിറഞ്ഞു നിൽക്കുന്നത്. അവർ തമ്മിൽ ഭയങ്കര അടിപിടി കൂടും, കടിപിടി കൂടും, എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം ഇപ്പോൾ തലയിൽ കൈവയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവർ ഏറ്റവും അധികം സഹോദരങ്ങളെ പോലെ നാടിനു വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കിഫ്ബി പൊളിച്ചു പണിയും പഠിക്കാൻ സമിതി. കിഫ്ബി വഴിയാണ് കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച പിണറായി വിജയൻ. അതിലൂടെ കിട്ടുന്ന പണം നമുക്കറിയാം, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്ത് അതിൻ്റെ അകത്ത് 25% കമ്മീഷൻ പിണറായി വിജയൻ അടിച്ചെടുത്തിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അത് ഇതോടുകൂടെ നിർത്തി. നമുക്കറിയാം, പെരുമ്പളം പാലം നിർമ്മിച്ചത് 106 കോടിക്കാണ്. അവിടെ ഇതുവരെ പാലം പൂർത്തിയാക്കിയിട്ടില്ല, അനുബന്ധ റോഡുകൾ പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെന്ത് വികസനം? അവിടേക്ക് ഒരു ബസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതുപോലുള്ള കിഫ്ബി പദ്ധതികളിലൂടെ കോടികൾ ബിൽഡിങ്ങുകൾ പണിഞ്ഞു, വേറെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ല. അങ്ങനെ വികസനം എന്ന് പറയുന്നതല്ല, കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു പിണറായി വിജയന്റെ പണി. ഇതിലൂടെ കോടിക്കണക്കിന് രൂപ പലിശയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളം. അവിടെ പൊളിച്ചു പണിയുന്നു എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടക്കമിട്ടു. 10 കോടി രൂപയാണ് ഇതിന് മാറ്റി വെച്ചിരിക്കുന്നത്. ഓരോ വീട്ടുകാർക്കും അതിലൂടെ ആനുകൂല്യം കിട്ടും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ആരോഗ്യം സംബന്ധിച്ച അസുഖമോ മറ്റോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ വേറൊന്നും നോക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായി നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടും. അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരും. കൊച്ചി, തൃശ്ശൂർ ആഭരണ നിർമ്മാണ ഇടനാഴി. കേരളത്തിലെ ഏറ്റവും അധികം സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് മലബാർ മേഖലയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം തൃശ്ശൂരും കൊച്ചിയിലാണ്. അവിടെ ആഭരണ നിർമ്മാണ ഇടനാഴി ലോകം മുഴുവൻ ഇതുവഴി വിൽപ്പന ഉദ്ദേശിച്ചത് കോടി രൂപയുടെ ലാഭമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി എന്നുള്ളതാണ്. കർഷകർ, അതായത് മലയോര കർഷകർ ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് താങ്ങുവില കിട്ടുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി അതിന് കരയുകയായിരുന്നു. പിണറായി വിജയൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിലാണ് 250 രൂപയാക്കി മാറ്റിയിരിക്കുന്നത്. എല്ലാ തീരദേശവാസികൾക്കും പട്ടയം, അതായത് ഇപ്പൊ ഏറ്റവും അധികം ഈ വികസനം നടക്കാൻ പോകുന്ന ഏരിയയാണ്, എപ്പോഴും കടൽ കൊണ്ടുപോകുന്ന വീടുകളാണ്. അവർക്കൊക്കെ പട്ടയം കൊടുത്ത് അവരെ സുരക്ഷിതമായി താമസിപ്പിച്ചുകൊണ്ടാണ് സാധാരണക്കാരോട് VD സതീശൻ പുലർത്തിയിരിക്കുന്നത്. മീൻ വിൽപ്പനയ്ക്കായി സ്ത്രീകൾ സ്കൂട്ടർ. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിഷമനിക്കുന്നതാണ് മീൻ വിൽപ്പനയ്ക്ക് പോകുന്ന സ്ത്രീകൾ. അവർക്ക് സ്കൂട്ടർ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതായിരിക്കാം, വിൽപ്പനയ്ക്കായി സ്കൂട്ടർ കൂടെ കൊടുക്കുമ്പം അവർക്ക് ആ വിൽപ്പന കൃത്യമായി നടത്താൻ പറ്റും. അങ്ങനെ അവർക്ക് ദിവസേന ജീവിത നിലവാരം ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മലയോരങ്ങളിൽ പട്ടയ വിതരണം തടസ്സം നീക്കും. മലയോര പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നീക്കി പട്ടയം കൊടുക്കുമെന്ന് പറയുന്ന തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. തോട്ടങ്ങളിൽ ടൂറിസത്തിനായി നിയമ ഭേദഗതി. തോട്ടങ്ങളിൽ നമുക്കറിയാം, ടൂറിസം കൂടി കൊണ്ടുവന്നാൽ വലിയ തോതിൽ കേരളത്തിൽ ടൂറിസം പദ്ധതികൾ വിജയിക്കും. അവിടെ കോട്ടേജുകളൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തും. അതുവഴി കോടികൾ കേരളത്തിന് വരുമാനം ഉണ്ടാക്കും എന്നുള്ളതാണ് അതിൻ്റെ അത് ഏറ്റവും പ്രധാനം. ഇനി ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും. പിണറായി വിജയൻ ഒറ്റയടിക്കാണ് ന്യായവില കൂട്ടിയിരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളത്തിൽ ഭൂമി കച്ചവടം വളരെ വർദ്ധിച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് കുതിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമിതമായ ടാക്സും മറ്റുമൊക്കെ മാറ്റി കൃത്യമായിട്ട് പുതിയ താങ്ങുവില നിശ്ചയിച്ച് ഡെവലപ്പ് ചെയ്യാവുന്നതോടുകൂടി കേരളം ഒരു ബൂമറാങ് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യും. അതിലൂടെ കേരളത്തിൽ നികുതി വർധനവ് ഉണ്ടാകും. അതുവഴി കേരളത്തിൽ വികസനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചു. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത്, അതിനാണ് പുതിയ നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഭിന്നശേഷിക്കാർക്ക് എവിടെയും സൗഹൃദ സ്ഥലങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്റ്റാമ്പ് വേണ്ടമാർക്ക് 3 ലക്ഷം വരെയുള്ള മുദ്രപത്രം വിൽക്കാം. ഇപ്പോൾ അങ്ങനെ പറ്റില്ല. നമുക്ക് അറിയാം, അത് 1 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ 3 ലക്ഷം ആകുമ്പോൾ വലിയ തോതിൽ വിൽപ്പനകൾ വർദ്ധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രത്യേകത. ഗ്രാമസഭയിൽ ഓൺലൈനായി പങ്കെടുക്കാം. ആർക്ക് വേണമെങ്കിലും ഇനി ഗ്രാമസഭയിൽ ഓൺലൈൻ ഇതിൽപ്പെട്ട ആളുകൾക്ക് അവിടെ തന്നെ ഹാജരാവണമെന്നില്ല, എവിടെ ഇരുന്നു കൊണ്ടും ഗ്രാമസഭ നടത്താം എന്നാണ് പറയുന്നത്.
തനത് ഉൽപ്പന്ന വിപണിക്ക് ബ്രാൻഡ് കേരളം എന്നുള്ള പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലബാർ രാജ്യാന്തര ഫുട്ബോൾ സ്റ്റേഡിയം. നമുക്കറിയാം അർജന്റീനയെ കൊണ്ടുവരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. മലബാറിലെ ഏറ്റവും ഫുട്ബോൾ പ്രേമികളുള്ളത് മലപ്പുറത്താണ്. അവർക്ക് വേണ്ടിയിരുന്നുള്ള ഒരു പദ്ധതിയാണ് മലബാറിൽ രാജ്യാന്തര സ്റ്റേഡിയം എന്നുള്ളത്. ഇതേപോലെ തന്നെ തനത് പാചക രീതിക്ക് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ കേരളത്തിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തെക്കുറിച്ച് ലോകം മുഴുവൻ പേരാണ്. എന്നാൽ അതിനെ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിയുള്ള പാചക ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും കേരളത്തിൽ അത് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കരയുന്ന ആൾക്കാരാണ് കേരളത്തിൽ കംപ്ലീറ്റ്. അദ്ദേഹത്തിന്റെ പ്രതിമ ഡൽഹിയിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിന് 1 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഫിലിം സിറ്റി കൊച്ചിയിലാണ് വരുന്നത്. KJC ഡാനിയലിന്റെ പേരിൽ. നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാൽ അടക്കം അതിനെ പിന്തുണച്ചിരിക്കുന്നത്. ഇതൊരു വ്യവസായമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചതോടെ ഇനി ആളുകൾക്ക് ലോണ് ബാങ്കിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ലോണ് കിട്ടുമായിരുന്നില്ല. ബിസിനസ് ആണെന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ലോണ് കിട്ടുള്ളൂ. അപ്പോൾ അതോടുകൂടി സിനിമാ വ്യവസായം വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കോഴിക്കോട് MT കൾച്ചറൽ പാർക്ക് തുടങ്ങുകയാണ്. MTയുടെ പേരിൽ കരഞ്ഞിരുന്ന CPM ഗവൺമെൻറ് അത് മറന്നുപോയി. MTനെ മറന്നുപോയി. ഇതാ നമ്മുടെ ഏറ്റവും പുസ്തകങ്ങൾ വായിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് MT കൾച്ചറൽ പാർക്ക് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. സതീശൻ ജോൺസന്റെ പേരിൽ തൃശ്ശൂരിൽ മ്യൂസിക് അക്കാദമി തുടങ്ങുന്നു. പിന്നെ നടൻ സലീം കുമാർ അദ്ദേഹം മറന്നില്ല, അദ്ദേഹത്തിന് ഒരു എറണാകുളത്ത് സ്മാരകം പണിയുന്നു എന്നുള്ളതാണ്. അതിന് 1 കോടി രൂപ മാറ്റിവെച്ചിട്ട് ഉമ്പായിയുടെ പേരിൽ മ്യൂസിക് അക്കാദമി അതും തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കോഴിക്കോട്. അതിന് 1 കോടി രൂപ നേരത്തെ തുടങ്ങിയതാണ്, 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മുൻ മന്ത്രി R ശങ്കറിന് പട്ടത്ത് സ്മാരകം. നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് R ശങ്കർ. SNDP നേതാവായിരുന്നു. അദ്ദേഹത്തിന് പട്ടത്തൊരു സ്മാരകം പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഫർണിച്ചർ ഹബ്ബ്. നമുക്കറിയാം ഏറ്റവും ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന സ്ഥലം പെരുമ്പാവൂരാണ്. അവിടെ ഫർണിച്ചർ ഹബ്ബ് തുടങ്ങുമ്പോൾ ലോക വിപണി അവിടേക്ക് തുറന്നിടും. അതുവഴി വലിയ കച്ചവടങ്ങൾ നടക്കും എന്നുള്ളതാണ് സത്യം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കോഴിക്കോട് വിലങ്ങാടിന്റെ പുനർനിർമ്മാണത്തിന് പാക്കേജ്. കഴിഞ്ഞ ഗവൺമെന്റ് തീരെ ശ്രദ്ധിക്കാതെ പോയ സ്ഥലമാണ് വിലങ്ങാടിന്റെ പുനർനിർമ്മാണ പദ്ധതി, അതും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമാണ് മറ്റൊന്ന് എൻഡോസൾഫാൻ ബാധിത കുടുംബങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പട്ടിക വിഭാഗങ്ങളിൽ പ്രത്യേക ഭവന പദ്ധതി പാക്കേജ് വരികയാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരികയാണ്. ഇതേപോലെ തന്നെയുള്ള പദ്ധതികളാണ് വരാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ബഡ്ജറ്റാണ് ജനങ്ങൾക്ക്. അതേപോലെ മിഷൻ സമുദ്ര മാരിടൈം പദ്ധതിക്ക് 400 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ ബസ്സുകൾക്ക്, പ്രൈവറ്റ് ബസ്സുകൾക്ക് 50% ടാക്സ് കുറച്ചു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എല്ലാ തലത്തിലും എല്ലാ മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് തീർച്ചയായും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് മാത്രമല്ല എല്ലാ ജനങ്ങളെയും, സാധാരണ ജനങ്ങൾക്കടക്കം പ്രയോജനപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ്. അദ്ദേഹം 15 ദിവസം കിടന്നുറങ്ങാതെ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. നമുക്കറിയാം VD സതീശൻ ഒരു അത്ഭുതം തന്നെയാണ്, വിസ്മയം തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഭരണം വരാൻ വേണ്ടി ഫൈറ്റ് ചെയ്തു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തെ നശിപ്പിച്ച ആ ഭീകരയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കുറേ കാലം ഇനി 10-44 ദിവസം എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പിണറായി വിജയന്റെ കാലത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട പത്രപ്രവർത്തകൻ ആരാന്ന് വെച്ചാൽ 44 ദിവസം ജയിലിൽ കിടന്ന ഞാനാണ്. 3 തവണയായിട്ട്. എല്ലാം കള്ളക്കേസാണ്. ഒരു കേസും ശരിയായ കേസില്ല, എല്ലാം കള്ളക്കേസാണ്. എന്തിന് SST അട്രോസിറ്റി ആക്ട് പ്രകാരം പോലും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു എന്നാണ്. എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്തത്. എൻ്റെ രേഖകളൊന്നും പരിശോധിക്കാതെ CCTV ക്യാമറ പോലും നോക്കാതെയാണ് പിണറായി വിജയൻ പറയുന്ന മാതിരി ഒരു ജയകുമാർ എന്ന് പറയുന്ന പരമതണ്ടിയായിരുന്ന ഒരു DYSP ഉണ്ടായിരുന്നു, AC ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും നോക്കാതെ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനൊക്കെ വരാൻ പോകണമുള്ള തിരിച്ചടികൾ ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും. ഒക്കെ വരാൻ പോകണമുള്ളൊക്കെ സമയമുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വപ്നം കാണാൻ നമ്മളെ VD സതീശൻ കൊണ്ടുപോയിരിക്കുന്നു. ഇനി നമുക്ക് 5 വർഷക്കാലം ഇവിടെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പറുദീസയായിരിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമുദ്രം നമ്മുടെ ഏറ്റവും വരുമാന മാർഗമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്.
എന്തായാലും അദ്ദേഹത്തിൻ്റെ വിഷൻസ്, നമ്മൾ കാണാത്ത പല വിഷൻസ് കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 25 വർഷമായി MLA ആയി പ്രവർത്തിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് കേരളത്തെ സമ്പൂർണ്ണമായി പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം നേരുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ വരണം എന്നുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നു. ഹി ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.